അങ്ങനെ നിസിക്ക് രാവിലെ തന്നെ ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ആരാ ഹോയ് വിട്ടത്? ചെക്കൻ്റെ കൂടെ നിൽക്കണ എന്തിനാ? ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. അങ്ങനെ നിൽക്കാൻ പറഞ്ഞ കൺമണി ചിമ്മിനി ഇതെന്നാ പെണ്ണു മച്ചാണക്കാ காலையில என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் சோதிக்கிறாங்க. മോതിരൊക്കെ വരുവാങ്ക നീ പോ. അപ്പൊ നിസിയുടെ കോസ്റ്റ്യൂം ഒക്കെ ഫുള്ള് ഡിസൈൻ ചെയ്തത് നിസി തന്നെ കേട്ടാ. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്തു, എന്റെ ഐഡിയയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ഗുണശേഖരൻ മുതലാളി. ഓഹോ, നമ്മ തിയേറ്ററിൽ സിനിമ എല്ലാം എടുക്കുമല്ലേ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ പിള്ളേര് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. ചെക്കന്റെ വീട്ടുകാര് മൊത്തം പെണ്ണിനെ വേണ്ടി. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. സോ നമ്മുടെ പെണ്ണിനെ വരവേൽക്കാൻ വേണ്ടിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. ലിസിയൊക്കെ പോകുന്നുണ്ട്. ലിസിയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. കൈയും കാലൊക്കെ പിടിച്ച് വലിച്ചിട്ട് പോകും. സോ നമ്മുടെ ചെറുക്കന്റെ അനിയത്തിയാണ് മാലയും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്നത്. ഇതാരി അവിടെ വേറൊരുത്തി എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഘുലം കഴിഞ്ഞോട്ടെ, 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുലം കഴിയാം. സോ ഗൈസ്, അപ്പൊ രാഘുലം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഇവിടെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്കിൾ വന്നിട്ട് കുറച്ച് സീനാക്കി. കല്യാണത്തിന് സഹജമാണ് ഇതൊക്കെ എല്ലാം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിങ്ങോട്ട് താണ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയില്ല, കാറ് ഒരൊറ്റ കാർ, എൻ്റെ ഒരു കാർ മാത്രമാണ് ഇവിടെ കിടന്ന് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഏതടച്ചാന്ന്? അടഞ്ഞിട്ടില്ല, ഒരെണ്ണം ഉണ്ട്. അടാ അടഞ്ഞ. അപ്പൊ എങ്ങനെയാണ് നിസി പോവല്ലേ? നമ്മള് പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അധികം ആളുകളൊന്നും ഇല്ല. ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ 15 പേരാണ് സ്വിഫ്റ്റിൽ കയറിയേക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ സ്വിഫ്റ്റിന്റെ അകത്ത് കയറുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ്. ഇതുണ്ട്, ഫ്രണ്ടില് 10 പേര്, ബാക്കിൽ 16 പേര്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഇനി ആരെല്ലാം കയറണം? നിസി എന്താണ് ഈ കാണുന്നത്? വേറെ തലയൊക്കെ വന്നി. സോ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ, തകർക്കുവാണ്. അവിടെ എത്തിയാ പറയാ എത്തിയെന്ന്.